ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ബാക്ക് സ്റ്റിച്ചിൻ്റെ ചെയിൻ സ്റ്റിച്ചാണ് കാണിക്കാൻ പോണേ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഹാൻഡ് എംബ്രോയിഡറി, നൂൽ, നീഡിൽ, ഫ്രെയിം, ക്ലോത്ത്. അപ്പോൾ ക്ലോത്ത് ഫ്രെയിമിലാണല്ലോ ടൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരയിലൂടെ ഇതുപോലെ സൂചി വലിച്ചെടുക്കുക. അതേ പോയിൻറ്റിലൂടെ തന്നെ സൂചി ഒന്ന് താഴ്ത്തി കുറച്ച് മുന്നോട്ടായിട്ട് സൂചി കുറച്ച് മാത്രം ഉയർത്തിയെടുക്കുക. എന്നിട്ട് നൂല് സൂചിയുടെ അടിയിലൂടെ ആക്കിയതിന് ശേഷം മാത്രം സൂചി മുഴുവനായി വലിച്ചെടുക്കുക. ഇനി അതേ പോയിൻറ്റിലൂടെ വീണ്ടും നമ്മൾ സൂചി ഒന്ന് താഴ്ത്തി കുറച്ച് മുന്നോട്ടായിട്ട് സൂചി ഒന്ന് ഉയർത്തി നൂല് അതിനടിയിലൂടെ ആക്കിയതിന് ശേഷം സൂചി ഇതുപോലെ വലിച്ചെടുക്കുക. ഇങ്ങനെ ഈ വരി മുഴുവൻ ഞാൻ ചെയ്തെടുക്കുകയാണേ. പിന്നെ ഈ ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഒരു കളറ് നൂലിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു കളറ് നൂലിൽ തന്നെ ചെയ്യുമ്പം ഒരു കട്ടിയുള്ള ഒരു വര പോലെ നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് കളറായിട്ട് എടുക്കുന്നത്. അപ്പം പിന്നെയും കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ ഞാൻ 6 strands ആണ് നൂലെടുക്കുന്നത്. അപ്പം ഞാനിതിവിടെ നിർത്തുകയാണ്. ആ പടിയിലൊരു നോട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ മറ്റൊരു കളറ് നൂലെടുത്ത് അടിയിലൊരു നോട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ചെയിൻ സ്റ്റിച്ചില്ലേ അതിന് നടുവിലൂടെ നമ്മൾ സൂചി ഉയർത്തിയെടുക്കുക. അതിന് ശേഷം രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിനുള്ളിലൂടെ ഇതുപോലെ താഴോട്ടേക്ക് ഇറക്കി കൊടുക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിന് നടുവിലൂടെയാണ് സൂചി ഉയർത്തിയെടുക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ ഇറക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ നാലാമത്തെ ചെയിൻ സ്റ്റിച്ചിലൂടെ എടുത്തിട്ട് മൂന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലൂടെ ഇറക്കി കൊടുക്കും. ഇങ്ങനെ ഇത് മുഴുവൻ ഞാൻ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇത് ഞാനിവിടെ നിർത്തി കൊടുക്കുകയാണ്. അപ്പോൾ അടിയിലൊരു നോട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.